നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മെനിഞ്ചൈറ്റിസ് ആണ്. ഇൻഫ്ലമേഷൻ ഓഫ് മെനിഞ്ചസ് ആണ് മെനിഞ്ചൈറ്റിസ്. മെനിഞ്ചസ് എന്ന് പറഞ്ഞാൽ കവറിങ് ഓഫ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ആണ്. മെനിഞ്ചസിന് 3 ലെയേഴ്സ് ഉണ്ട്. പിന്നെ ഈ മെനിഞ്ചസ് ആണ് ബ്രെയിനും സ്പൈനൽ കോഡിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നതും ന്യൂട്രീഷനൊക്കെ കൊടുക്കുന്നതും. അടുത്തത് ക്ലാസിഫിക്കേഷൻ ആണ്. ഒന്ന് പയോജനിക് അല്ലെങ്കിൽ ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് ആണ് ബാക്ടീരിയ ഉണ്ടാക്കുന്നത്. പിന്നെ ട്യൂബർക്കുലസ് മെനിഞ്ചൈറ്റിസ് ആണ്. പിന്നെ അസെപ്റ്റിക് മെനിഞ്ചൈറ്റിസ് ആണ്. ഇതാണ് വൈറസ്, ഫംഗസ്, പ്രോട്ടോസോ ഒക്കെ ഉണ്ടാക്കുന്ന മെനിഞ്ചൈറ്റിസ്. നമുക്കിനി പയോജനിക് മെനിഞ്ചൈറ്റിസ് നോക്കാം. ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് എന്ന് വിളിക്കുന്നുണ്ട്. ബാക്ടീരിയ ഉണ്ടാക്കുന്നതുകൊണ്ടാണ്. പിന്നെ കോമൺ ഇൻ നിയോനേറ്റ്സിലും ഇൻഫൻസിലും ഇത് കോമൺ ആണ്. ഇനി എത്തിയോളജി നോക്കുകയാണെങ്കിൽ പ്രൈമറി ഇൻഫെക്ഷൻ ഓഫ് മെനിഞ്ചസ് ഉണ്ട്. പിന്നെ അല്ലെങ്കിൽ മെറ്റാസ്റ്റാറ്റിക് സ്പ്രെഡ് ഫ്രം നിയർ ബൈ ഓർ ഡിസ്റ്റൻറ്റ് പയോജനിക് ഫോക്കസ്, അതായത് ദൂരെ എവിടെയെങ്കിലും അല്ലെങ്കിൽ അടുത്തുണ്ടെങ്കിലും ഈ ഒരു ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ബ്ലഡ് വഴി ഇവരിലേക്ക് എത്തും, അതായത് മെനിഞ്ചസിലേക്ക് എത്തും. പിന്നെ ലോക്കൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നുണ്ട് സ്പ്രെഡ്, സൈനസൈറ്റിസ്, മാസ്റ്റോയിഡൈറ്റിസ്, ഓട്ടൈറ്റിസ് മീഡിയ അല്ലെങ്കിൽ ബാക്ടീരിയമ പോലുള്ളതിൽ നിന്ന് ഹെമറ്റോജിനസ് സ്പ്രെഡ് വഴി എത്തുന്നുണ്ട് കേട്ടോ. പിന്നെ നിമോണിയ, പയോഡേർമ, എംഫൈമ, ഓസ്റ്റിയോമൈലൈറ്റിസ് പോലുള്ളതിൽ നിന്നും മെനിഞ്ചസിലേക്ക് സ്പ്രെഡായിട്ട് മെനിഞ്ചൈറ്റിസ് ഉണ്ടാക്കുന്നുണ്ട്. ഇനി നമുക്ക് ഓരോ ഏജ് വൈസ് ഏതൊക്കെ ബാക്ടീരിയാസാണ് ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് ഉണ്ടാക്കുന്നത് നോക്കാം. ന്യൂനേറ്റ്സിലാണെങ്കിൽ ഈക്കോളൈ, എസ് ന്യൂമോണിയൈ, എസ് ഓവേസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇൻഫൻസിലും യങ് ചിൽഡ്രനിലും നമ്മുടെ ഇൻഫ്ലുവൻസസ്, ന്യൂമോണിയ, മെൻജോകോക്കി തുടങ്ങിയവ ഉണ്ടാക്കുന്നുണ്ട്. 3 വയസ്സ് കഴിഞ്ഞ കുട്ടികളിലൊക്കെ ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് ഉണ്ടാക്കുന്ന പ്രധാന കാരണം ന്യൂമോകോക്കയാണ് കേട്ടോ. ഇനി പാത്തോഫിസിയോളജി, ഇൻഫ്ലമേറ്ററി സെൽസ് ഈ ഒരു മെനിഞ്ചൽ വാള് ഇൻഫിൽട്രേറ്റ് ചെയ്യും. കോർട്ടെക്സ് എഡിമാറ്റേഴ്സ് ആകും. പ്യൂലന്റ് എക്സുഡേറ്റ്സ് ആൻഡ് ദി ബേസ് ഓഫ് ദി ബ്രെയിനിൽ കെട്ടിക്കിടക്കാൻ തുടങ്ങും. സബ്ടെക്നോയിഡ് സ്പേസ് ഫിൽഡ് വിത്ത് ക്ലൗഡി ആൻഡ് ഒപ്പാക് ഫ്ലൂയിഡ് ആൻഡ് എക്സുഡേറ്റ്സ്. ഇത് ഇന്റേണൽ ഹൈഡ്രോസെഫാലസിന് കാരണമാകുന്നുണ്ട്. ത്രോംബോഫ്ലബൈറ്റിസ് കാരണം ഇൻഫ്രാക്ഷനും ന്യൂറോളജിക്കൽ കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്നുണ്ട്. ഫാറ്റൽ എൻഡോടോക്സിക് ഷോക്ക് ഉണ്ടാകുന്നുണ്ട്. പിന്നെ സെർബ്രൽ എഡിമ്യൂൺ ചേഞ്ചസ് ഇൻ കമ്പോസിഷൻ ഓഫ് CSF, ഇൻക്രീസ്ഡ് ICP, പിന്നെ മെനിഞ്ചൽ ഇൻഫ്രാക്ഷൻ ഡ്യൂ ടു ഇൻഫ്ലമേറ്ററി പ്രോസസ്സ്. പിന്നെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് ആണ് നോക്കുന്നത്. യൂഷ്വലി കാണുന്നത് ഹൈ ഫീവർ ഉണ്ട്, ഹെഡ് ഏക്ക് ഉണ്ട്, മാലേസ്, വൊമിറ്റിംഗ്, റെസ്റ്റ്ലെസ്നെസ്, ഇറിറ്റബിലിറ്റി, കൺവൾഷൻസ്. ഇതൊക്കെ കോമൺ ആയിട്ട് വരുന്ന സാധനങ്ങൾ. പിന്നെ ഇതിൽ മെയിനായിട്ട് വരുന്നതാണ് ഫോട്ടോഫോബിയയും ഫോണോഫോബിയയും. പിന്നെ ഇത് ഡയഗ്നോസിസ് ഒക്കെ കൺഫേം ചെയ്യുന്ന രീതിയിൽ വരെ എത്തുന്നതാണ്. ഒന്ന് നെക്കിൻ്റെ സ്റ്റിഫ്നെസ്, പിന്നെ കേണിക് സൈൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു പേഷ്യൻ്റ് നമ്മൾ കിടത്തും, എന്നിട്ട് ഈ ഒരു കുട്ടീൻ്റെ മുട്ട് മടക്കിയിട്ട് നമ്മൾ അബ്ഡോമനിൽ വെക്കും. എന്നിട്ട് കുട്ടീനോട് ഈ ഒരു മുട്ട് നിവർത്താൻ പറയും, പക്ഷെ കുട്ടിക്ക് നിവർത്താൻ പറ്റത്തില്ല. പിന്നെ അടുത്താണ് ബ്രൂഡ്സിൻസ്കി സൈന്. ഇവിടെയാണെങ്കിൽ കുട്ടീനോട് നിലത്ത് കിടക്കാൻ പറയും, എന്നിട്ട് കുട്ടിയുടെ കഴുത്ത് പൊക്കും. സാധാരണ രീതിയിൽ പൊക്കുവാണെങ്കിൽ കഴുത്ത് മാത്രമേ പൊങ്ങൂ, പക്ഷേ ഈ ഒരു മെനിഞ്ചൈറ്റിസ് ഉള്ള ആളാണെങ്കിൽ ഈ കാലും കഴുത്തും പൊങ്ങാൻ തുടങ്ങും. ഇനിയിപ്പോൾ കാല് മാത്രം പൊക്കാൻ നോക്കിയാൽ കഴുത്ത് പൊങ്ങാൻ തുടങ്ങും. ഇത് രണ്ടും മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈനാണ് ഈ ഡയഗ്നോസിസ് വരെ കൺഫേം ചെയ്യുന്നത്. പിന്നെ നെക്ക് സ്റ്റിഫ്നെസ്സും ഉണ്ടാകും. കോംപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് പാത്തോഫിസിയോളജിയിൽ നിന്ന് തന്നെ കുറേ കിട്ടും. നമുക്ക് എന്തായാലും നോക്കാം. ഹൈഡ്രോസെഫാലസ്, ബ്രെയിൻ ആബ്സസ്, കൺവൾസീവ് ഡിസോർഡേഴ്സ്, മെൻ്റൽ റിട്ടാർഡേഷൻ, ന്യൂറോളജിക്കൽ ഡെഫിസിറ്റ്. പിന്നെ ഈ ഒരു ന്യൂറോളജിക്കൽ ഡെഫിസിറ്റിൽ വരുന്നതാണ് ബ്ലൈൻഡ്നെസ്, സ്പീച്ച് പ്രോബ്ലം, ഡെഫ്നെസ് ഒക്കെ. നമ്മുടെ ഫുൾ ബ്രെയിനിൽ ഇത് ഫുൾ കെട്ടിക്കടന്നിട്ട് അവിടെ ന്യൂറോളജിക്കൽ ഫങ്ഷൻസ് ഒക്കെ നല്ലോണം എഫക്റ്റ് ആകും. SIADH ഉണ്ട്. പിന്നെ ഷോക്ക്, മയോകാർഡൈറ്റിസ്, സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസ് ഒക്കെ ഉണ്ട്. അടുത്തത് ഡയഗ്നോസ്റ്റിക് വാല്യുവേഷൻസ് ആണ്. നമ്മുടെ കേണിക് സൈനും ബ്രൂഡസ്കി സൈനും ഇവിടെ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ ലംബാർ പങ്ക്ചർ ചെയ്തിട്ട് നമ്മുടെ CSF എക്സാമിനേഷന് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. ഈ CSF എക്സാമിനേഷനിൽ ടർബിഡ് അപ്പിയറൻസ് ഉണ്ടാകും. പിന്നെ ഇൻക്രീസ്ഡ് സെൽ കൗണ്ട് ഉണ്ടാകും ആ ഒരു CSFൽ സാധാരണ ഉള്ളതിനെക്കാട്ടും കൂടുതൽ. പിന്നെ പോസിറ്റീവ് ഓർഗാനിസം നമ്മുടെ ഈ CSF എക്സാമിനേഷൻ കൾച്ചർ ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. എലിമിനേഷൻ ഓഫ് CSF പ്രഷർ മോർ ദാൻ നോർമലിനെക്കാട്ടും കൂടുന്നുണ്ടാവും CSFൻ്റെ പ്രഷർ. പിന്നെ CT സ്കാനോ റാപ്പിഡ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിൽ വരുന്നതാണ് കൗണ്ടർ കറന്റ് ഇമ്മ്യൂണോ ഇലക്ട്രോഫോറസിസും, പിന്നെ ലാറ്റക്സ് അഗ്ലൂട്ടിനേഷൻസും. പിന്നെ നോൺ സ്പെസിഫിക് ടെസ്റ്റിൽ വരുന്നതാണ് റിയാക്റ്റീവ് പ്രോട്ടീന്, CSF ലാക്റ്റിക് ആസിഡ് ലെവല്, പിന്നെ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ, PCR ഒക്കെ. പിന്നെ റൂട്ടീൻ എക്സാമിനേഷനിൽ വരുന്നതാണ് ബ്ലഡ്, യൂറിൻ അനാലിസിസ്, എക്സ്റേ, സ്കള്ള്, ചെസ്റ്റ്. കാരണം സ്കള്ള്, ചെസ്റ്റ് ആ ഭാഗങ്ങളിൽ നിന്നൊക്കെയാണ്. ന്യൂമോണിയ ചെസ്റ്റിൽ വരില്ലേ, അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നെ സ്കള്ളിൻ്റെ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സൈനസൈറ്റിസ്, അങ്ങനെ ഉള്ളിലെ ഭാഗങ്ങളിൽ നിന്നൊക്കെയല്ലേ അങ്ങോട്ടൊക്കെ സ്പ്രെഡ് ആകാൻ ചാൻസ് ഒക്കെ ഉള്ളത്. അതൊക്കെ വെച്ച് നോക്കിയിട്ടാണ് കേട്ടോ. ഇനി മാനേജ്മെൻ്റ് ആണ് വരുന്നത്. ആൻറ്റിബയോട്ടിക് ആണെങ്കിൽ പെൻസിലിൻ, സെഫോടാക്സിയം, സെഫ്ട്രിയാക്സോൺ, ആംപിസിലിൻ, ജെൻഡാമൈസിൻ, അമിക്കാസിൻ, ക്ലോറാംഫെനിക്കോൾ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കോമ്പിനേഷൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് എഫക്റ്റീവാണ്. ഇൻട്രാതീക്കലായിട്ടാണ് നിയോനാറ്റൽ മെനിഞ്ചൈറ്റിസിലും അഡ്വാൻസ്ഡ് കേസസിലൊക്കെ കൊടുക്കുന്നത് ഇൻട്രാതീക്കലായിട്ട്. പിന്നെ വരുന്നതാണ് കോർട്ടിക്കോസ്റ്റെറോയിഡ്സ്. ഇതിൻ്റെ എക്സാമ്പിളാണ് ഡെക്സാമെത്തസോൺ. പേഷ്യൻ്റ് വിത്ത് ഷോക്ക് ക്യാൻ പ്രിവെൻറ്റ് ന്യൂറോളജിക്കൽ കോംപ്ലിക്കേഷൻ പ്രിവെൻറ്റ് ചെയ്യാനും ഈ കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് കൊടുക്കുന്നുണ്ട്. അടുത്തത് ഓസ്മോട്ടിക് ഡയഗോറ്റിക് തെറാപ്പിയാണ്. ഇതിൽ മാൻറ്റോളാണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് ആൻറ്റി കൺവൾസീവ് ഡ്രഗാണ് ഡയസിപ്പാം.
പിന്നെ കൺവെൻഷൻസിൻ്റെ കേസിലാണ് ഇത് കൊടുക്കുന്നത്. പിന്നെ വാസോപ്രസേഴ്സ് ആണ് ഡോപ്പാമിൻ കേസ് ഓഫ് ഹൈപ്പോടെൻഷൻ്റെ കേസിലാണ് കൊടുക്കുന്നത്. പിന്നെ അത് സപ്പോർട്ടീവ് മാനേജ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. മെയിൻ്റനൻസ് ഓഫ് ഫ്ലൂയിഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസ് ബൈ IV ഫ്ലൂയിഡ് തെറാപ്പി ഇട്ടിട്ട് ഫ്ലൂയിഡ് ബാലൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുന്നത്, നാസോഗാസ്ട്രിക് ട്യൂബ് ഫീഡിങ് കൊടുക്കുന്നത്, വൈറ്റമിൻ സപ്ലിമെൻറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ മാനേജ്മെൻറ്റ് ഓഫ് കോംപ്ലിക്കേഷൻസ്. ഇനി നമുക്ക് നഴ്സിംഗ് മാനേജ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ബേസ്ഡ് ഓൺ ദി സബ്ജക്റ്റീവ് ആൻഡ് ഒബ്ജക്റ്റീവ് ഡാറ്റ, അത് നമ്മൾ കാണുന്നതും പേഷ്യൻറ്റ് പറയുന്നതായിട്ടുള്ള ഡാറ്റയെല്ലാം ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ നഴ്സിംഗ് മാനേജ്മെൻറ്റ് വരുന്നത്. ഇനി ഇതിൽ വരുന്ന മെയിനായിട്ട് വരുന്ന ചില കോമൺ ആയിട്ടുള്ള പോയിന്റ്സ് നോക്കാം. റെസ്റ്റ് ആൻഡ് കംഫർട്ടബിൾ പൊസിഷൻ ഇൻ റെയിൽ ഓർ ബെഡ് ഫോർ ആൻഡ് കാം ആൻഡ് ക്വയറ്റ് ഡിം ലൈറ്റ് നോയ്സ് ഫ്രീ എൻവയോൺമെൻറ്റ്, അതായത് സ്റ്റിമുലസ് വായിച്ചിട്ടുള്ള എൻവയോൺമെൻറ്റ് കൊടുക്കുക. പിന്നെ പേഷ്യൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക, എയർവേ ക്ലിയർ ആക്കിയിട്ട് വെക്കുക, ഓക്സിജൻ തെറാപ്പി ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കുക. പിന്നെ ഓഫ് ഫെഞ്ചൽ സെക്രഷൻസ് ഒക്കെ നമ്മുടെ സക്ക് ചെയ്തെടുക്കുക, അതായത് നമ്മുടെ സെക്ഷൻ പാരറ്റീസ് ഒക്കെ വെച്ചിട്ട്. പിന്നെ ഫീവർ ഉണ്ടെങ്കിൽ ടെപ്പിഡ് സ്പഞ്ച് കൊടുക്കുക. മെയിൻ്റനൻസ് ഓഫ് IV ഫ്ലൂയിഡ് തെറാപ്പി, പിന്നെ നാസോഗാസ്ട്രിക് ട്യൂബ് ഫീഡിങ്, NG ട്യൂബ് ഫീഡിങ്, ഡയറ്ററി സപ്പോർട്ട് കൊടുക്കുക. പിന്നെ അഡ്മിനിസ്ട്രേഷൻ ഓഫ് പ്രിസ്ക്രൈബ്ഡ് മെഡിക്കേഷൻ, പറഞ്ഞിട്ടുള്ള മെഡിക്കേഷൻസ് കൊടുക്കുക. ഇതുകൂടാതെ പേഴ്സണൽ ഹൈജീന്, ബവൽ ബ്ലഡ് ഫങ്ഷനിങ് നോക്കുക, പ്രിവെൻഷൻ ഓഫ് ഇഞ്ചുറി തടയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുക്കുക. പിന്നെ മോണിറ്ററിങ് ഓഫ് പേഷ്യൻ്റെ കണ്ടീഷൻ മോണിറ്റർ ചെയ്യുക, കൺവെൻഷൻ്റെ ടൈമിലുള്ള കെയർ, പിന്നെ ഇമോഷണൽ സപ്പോർട്ട്, പിന്നെ ടീച്ചിങ് ദി പേഷ്യൻ്റ് അബൌട്ട് കണ്ടിന്യൂഷൻ ഓഫ് കെയർ ആഫ്റ്റർ ഡിസ്ചാർജ്, അതായത് ഡിസ്ചാർജിന് ശേഷമുള്ള കെയറുകളെ പറ്റിയിട്ട് പേഷ്യൻ്റുമായിട്ട് ഡിസ്കസ്. അടുത്തത് വരുന്നത് ട്യൂബർക്കുലോസ് മെനിഞ്ചൈറ്റിസ് ആണ്. TB വരുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട്, ആ ഒരു ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ട് വരുന്ന മെനിഞ്ചൈറ്റിസ് ആണ്. മൈക്കോബാക്ടീരിയൻ ട്യൂബർക്കുലോസിസ് ആണ് ഇതുണ്ടാക്കുന്നത്. പിന്നെ കോംപ്ലിക്കേഷൻ ഓഫ് ചൈൽഡ്ഹുഡ് ട്യൂബർക്കുലോസിസ് ആണ് ഈ ഒരു ട്യൂബർക്കുലോസ് മെനിഞ്ചൈറ്റിസ്. ഒക്രറ്റ് എനി ഏജ്, ഏത് ഏജിൽ വേണമെങ്കിലും ഒക്ര ചെയ്യാം, ഉണ്ടാവാം. യൂഷ്വലി വിത്തിൻ എ ഇയർ ഓഫ് ദി പ്രൈമറി ഇൻഫെക്ഷൻ അക്കമ്പനി വിത്ത് മിലിയറി ട്യൂബർക്കുലോസിസ്. പിന്നെ പാത്തോഫിസിയോളജി നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻഫെക്ഷൻ സാധനം മേജസ് മെനിഞ്ചസിൻ്റെ അടുത്ത് എത്തും. ഹെമറ്റോജിനസ് റൂട്ട് ആകാം, ലിംഫാറ്റിക് ആകാം, ലിംഫ് നോഡ് ആകാം. പിന്നെ സബ്മെനിഞ്ചൽ ട്യൂബർക്കുലർ ഫോഴ്സ് ഫോം ചെയ്യും. പിന്നെ ഈ ഒരു സാധനം ട്യൂബർക്കൽ ബേസ് ലൈനെ റിലീസ് ചെയ്യാൻ തുടങ്ങും. സബാരിനോട് സ്പേസിലോട്ട് പ്രോലിഫറേഷൻ നടക്കും. പിന്നെ മെഞ്ചൽ സർഫേസ് ഈസ് കവേർഡ് വിത്ത് എക്സുഡേറ്റ്സ് ആൻഡ് ട്യൂബർക്കിൾസ് ഒക്കെ ആയിട്ട് ഈ ഒരു മെഞ്ചൽ സർഫേസ് കവർ ചെയ്യാൻ തുടങ്ങും. ഒബ്ലിറ്ററേഷൻ ഓഫ് സബാരിനോട് സ്പേസ് നടക്കും. CSF ഈസ് പുവർലി റീഅബ്സോർപ്ഷൻ കുറയും CSFൻ്റെ. പിന്നെ ഇൻക്രീസ്ഡ് എമൗണ്ട് ഓഫ് CSF ഉണ്ടാകും, അതായത് ഇത് റീഅബ്സോർബ് ചെയ്തില്ലെങ്കിൽ അത് അവിടെ തന്നെ കെട്ടിക്കിടക്കുമല്ലോ. പിന്നെ ഹൈഡ്രോസെഫാലസിന് ഇത് കാരണമാകുന്നുണ്ട്. പിന്നെ ഡിഫ്യൂസ് എഡിമ ഓഫ് ബ്രെയിൻ ഉണ്ടാകും, ട്യൂബർക്കുലർ എൻസെഫലോപ്പതി ഉണ്ടാകും, വാസ്കുലർ ഒക്ലൂഷൻ ഉണ്ടാക്കും, ഇൻഫ്രാക്ഷൻ ഓഫ് ബ്രെയിൻ ടിഷ്യൂസ് ഉണ്ട്. അടുത്തത് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ആണ്. 3 സ്റ്റേജസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്, 3 ഫേസസ് ആയിട്ട്. പ്രോഡ്രോമൽ ഫേസ് ആൻഡ് ദെൻ ട്രാൻസിഷണൽ ഫേസ് ആൻഡ് ടെർമിനൽ ഫേസ്. ഈ 3 ഫേസുകളിൽ ഓരോ സിംറ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫേസ് 1 അല്ലെങ്കിൽ സ്റ്റേജ് 1 ഗ്രേറ്റ് ഫീവർ, അനോറക്സിയ, ഡ്രൗസ്നെസ്, അപ്പതി, ഹെഡ് ഏക്ക്, വോമിറ്റിംഗ്, ഇറിറ്റബിലിറ്റി, ഡിസ്റ്റർബ്ഡ് സ്ലീപ്പ്, റെസ്റ്റ്ലെസ്നെസ്, കോൺസ്റ്റിപ്പേഷൻ, വെയിറ്റ് ലോസ്, ഫോണോഫോബിയ, സംടൈംസ് കൺവൾഷൻസ് ഉണ്ടാകുന്നുണ്ട്. സ്റ്റേജ് 2 എന്ന് വിളിക്കുന്നത് ഓൾസോ നോൺ എസ് സ്റ്റേജ് ഓഫ് മെനിഞ്ചൈറ്റിസ് എന്നും വിളിക്കുന്നുണ്ട്. ഫീച്ചേഴ്സ് ഓഫ് ഇൻക്രീസ്ഡ് ICP ആൻഡ് മെഞ്ചൽ ഇറിറ്റേഷൻ കാണിച്ചു തുടങ്ങുന്നുണ്ട്. ഇതിൽ പോസിറ്റീവ് കേണിക്സ്, പിന്നെ നെക്ക് റിജിഡിറ്റി അലോങ് വിത്ത് ഫീവർ, ബ്രഡികാർഡിയ, ഡ്രൗസ്നെസ്, ഡെലീരിയം, ഹെഡ് ഏക്ക്, വോമിറ്റിംഗ്, റെസ്പിറേറ്ററി ഡിസ്റ്റർബൻസസ്, അൺകോൺഷ്യസ്നെസ് ഒക്കെ കാണുന്നുണ്ട്. പിന്നെ കൺവൾഷൻസ്, മോണോപ്ലേജിയ, ഹെമിപ്ലേജിയ ഒക്കെ കണ്ടുവരുന്നുണ്ട്. ഇൻഫൻറ്റ് ആൻറ്റീരിയൽ ഫോണ്ടണയിലെ ബൾജ് ആകുന്നുണ്ട്, ഒക്കുലർ പാരലിസിസ് ഉണ്ടാകുന്നുണ്ട്, പാപ്പിലടിമി ഉണ്ടാകുന്നുണ്ട്. അടുത്തത് ടെർമിനൽ സ്റ്റേജ് ആണ്, 3rd സ്റ്റേജ്, ലാസ്റ്റ് സ്റ്റേജ് ഓഫ് കോമ എന്ന് വിളിക്കുന്ന പാരലിസിസും കോമ ഉണ്ടാകും. ഫീവർ, റെഗുലർ റെസ്പിറേഷൻ, ബ്രഡികാർഡിയ ഉണ്ടാകുന്നുണ്ട്. പ്യൂപ്പിൾസ് ആർ ഡയലൈറ്റഡ് ആൻഡ് ഫിക്സ്ഡ്. ഒഫ്താൽമോപ്ലേജിയ ഉണ്ടാകുന്നുണ്ട്. ഹൈഡ്രോസെഫാലസ് ഡെവലപ്സ് ഇൻ സ്മോൾ ചിൽഡ്രൻ ആൻഡ് ഇൻഫൻസ്. അടുത്തത് ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ നോക്കുകയാണെങ്കിൽ ഹിസ്റ്ററി ഓഫ് ഇൽനെസ്, ഫാമിലി ഹിസ്റ്ററി ഓഫ് ഇൽനെസ്, പിന്നെ ഹിസ്റ്ററി ഓഫ് കോൺടാക്ട് വിത്ത് TB പേഷ്യൻസ്, ഫിസിക്കൽ എക്സാമിനേഷൻ, CSF സ്റ്റഡി ബൈ ലംബാർ പഞ്ചർ, ഇൻക്രീസ്ഡ് CSF പ്രഷർ ഉണ്ടാവും. ക്ലിയർ അല്ലെങ്കിൽ ടർബിഡ് appearance of CSF, increases cell count with presence of lymphocytes and cobweb formation in CSF. പിന്നെ ഈ ഒരു ട്യൂബർക്കുലർ ബേസ് ലൈനെ CSF കൾച്ചറിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഡയഗ്നോസിസ് കൺഫേം ചെയ്യും. ബയോകെമിക്കൽ സ്റ്റഡി ഓഫ് CSF ഷോസ് ഇൻക്രീസ്ഡ് പ്രോട്ടീൻ, പക്ഷേ ക്ലോറൈഡും ഷുഗറും റെഡ്യൂസ്ഡ് ആയിരിക്കും. പിന്നെ എക്സ്റേ, സ്കള്ള്, CT സ്കാന്, മോണ്ടോക്സ് ടെസ്റ്റ്, റൂട്ടീൻ ബ്ലഡ് എക്സാമിനേഷൻ ലൈക്ക് ESR ഒക്കെ ഹെൽപ്ഫുള്ളാണ്. ബയോകെമിക്കൽ മാർക്കേഴ്സ്, സെർവർ ഡയഗ്നോസിസ് ആൻഡ് മോളിക്കുലർ ഡയഗ്നോസിസ് ഒക്കെ പുതിയ ഡയഗ്നോസ്റ്റിക് അപ്രോച്ചസ് ആണ് ഇതിനോടുള്ളത്.
പിന്നെ മാനേജ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ആൻറ്റി ട്യൂബർക്കുലർ ഡ്രഗ്സ് കൊടുക്കുന്നുണ്ട് 12 മാസത്തോളം. INH, റിഫാംപസിൻ, പയസ്നാമൈഡൻ, എത്താംബ്യൂട്ടോൾ അല്ലെങ്കിൽ സ്ട്രെപ്റ്റോമൈസിൻ 2 മാസവും പിന്നെ INH, റിഫാംപൈസിൻ, എത്താംബ്യൂട്ടോൾ 10 മാസവും കൊടുക്കുന്നുണ്ട്. പരൻഷ്യലായിട്ടുള്ള കോർട്ടിക്കോസ്റ്റെറോയിഡ് തെറാപ്പി കൊടുക്കണം. ഡെക്സാമെത്തസോൺ യൂസ് ചെയ്തിട്ട് 1 to 2 weeks ഇത് കണ്ടിന്യൂ ചെയ്യണം. പിന്നെ അതിന് ശേഷം ഓറലായിട്ട് സ്റ്റിറോയിഡ്സ് കൊടുക്കണം. ഇതിൽ വരുന്നതാണ് പ്രെഡ്നിസലോൺ 6 to 8 ആഴ്ച വരെ കൊടുക്കാം. പിന്നെ സിംപ്റ്റോമാറ്റിക് മാനേജ്മെൻ്റ് ആണ്. ഇതിൽ മാനിറ്റോൾ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഗ്ലിസറോളോ ഹൈപ്പർട്ടോണിക് ഗ്ലൂക്കോസ് തെറാപ്പി യൂസ് ചെയ്യാം ടു റെഡ്യൂസ് ഇൻക്രീസ്ഡ് ICP. ആൻറ്റി കൺവൾസീവ് ഡ്രഗ്സ് കൊടുക്കുന്നുണ്ട് ലൈക്ക് ഡയസിപ്പാം, ഫിനോബാർബിറ്റോൺ. പിന്നെ IV fluid therapy to treat dyselectrolytemia and maintain fluid electrolyte balance. പയോഡോക്സിൻ കൊടുക്കുന്നുണ്ട് ടു പ്രിവെൻറ്റ് ദി സൈഡ് എഫക്ട്സ് ഓഫ് INH. പിന്നെ സപ്പോർട്ടീവ് നഴ്സിംഗ് കെയർ ആണ്, മെയിൻ്റനൻസ് ഓഫ് ന്യൂട്രീഷണൽ റിക്വയർമെൻറ്റ്. ഇതിൽ NG2 ഫീഡിങ് അല്ലെങ്കിൽ ഓറൽ ഫീഡിങ് കൊടുക്കും. മോണിറ്ററിങ് ഫീച്ചേഴ്സ് ഓഫ് കോംപ്ലിക്കേഷൻ. പിന്നെ ഹെഡ് സർക്കംഫറൻസ് മെഷർ ചെയ്യണം ടു ഡിറ്റക്ട് ഹൈഡ്രോസെഫാലസ്. ഇനി കോംപ്ലിക്കേഷൻ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഹൈഡ്രോസെഫലസ് ആണ് മെയിൻ കോംപ്ലിക്കേഷൻ. മെൻ്റൽ റിട്ടാർഡേഷൻ, സ്പാസ്റ്റിസിറ്റി, ക്രേനിയൽ നെർവ് പാരലിസിസ്, കൺവൾസീവ് ഡിസോർഡർ, ന്യൂറോളജിക്കൽ ഡെഫിസിറ്റ് ലൈക്ക് ക്വാഡ്രിപ്ലീജിയ, ഹെമിപ്ലീജിയ ഒക്കെ ഉണ്ടാകും. എൻഡോക്രൈനൽ ഡിസ്റ്റർബൻസസ് ഉണ്ടാകും. ഒബീസിറ്റി, ബ്ലാഡർ ബവൽ ഡിസ്ഫങ്ഷൻ, ഒപ്റ്റിക് അട്രോഫി, വിഷ്വൽ കോംപ്ലിക്കേഷൻസ് ഒക്കെ കണ്ടുവരുന്നുണ്ട്. പിന്നെ നഴ്സിംഗ് മാനേജ്മെൻറ്റ് നമ്മുടെ ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസുമായിട്ട് കോമൺ തന്നെയാണ്. സോ അതവിടെ നോക്കുക. ബൈ, താങ്ക് യു.